നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ പഴയങ്ങാടി പിലാത്തറയ്ക്ക് സമീപം ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് 2 പേർ പൊള്ളലേറ്റ് മരിച്ചു. അപകടം തിങ്കളാഴ്ച പുലർച്ചെ. കല്യാശ്ശേരി കീച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. യാത്രക്കാരായ നിരവധി പേർക്ക് പരിക്ക്. രാമായണം മികച്ച സാഹിത്യ ഗ്രന്ഥമാണെന്ന് കരുതാനാണ് തനിക്കിഷ്ടമെന്ന് പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനുമായ MN കാരശ്ശേരി. മാതൃകാധ്യാപകനും ശ്രദ്ധേയ കവിയുമായ സുഗുണൻ മാസ്റ്റർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാൽമീകി രാമായണം സമ്പൂർണ്ണ പദ്യപരിഭാഷ പ്രകാശനം ചെയ്തു. പാനൂരിൽ KSRTC ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഷാഫി പറമ്പിൽ MP ഫ്ലാഗ് ഓഫ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പഴയങ്ങാടി പിലാത്തറയ്ക്ക് സമീപം മണ്ടൂരിൽ ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് 2 പേർ പൊള്ളലേറ്റ് മരിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3:30യോടെയാണ് അപകടമുണ്ടായത്. റോഡരികിൽ തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന മരലോറിയിൽ ടാങ്കർ ലോറി വന്നിടിക്കുകയായിരുന്നു. മരലോറിയുടെ അറ്റകുറ്റപ്പണിക്കായി സ്ഥലത്തെത്തിയ മെക്കാനിക്കും സഹായിയുമാണ് അപകടത്തിൽ പൊള്ളലേറ്റ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ടാങ്കർ ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കല്യാശ്ശേരി കീച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. യാത്രക്കാരായ നിരവധി പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. തളിപ്പറമ്പ് ഭാഗത്തു നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കീച്ചേരി കുന്നിലെത്തിയപ്പോൾ ബസ് നിയന്ത്രണം വിട്ട് റോഡിലേക്ക് മറിയുകയായിരുന്നു. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ കണ്ണൂർ, പാപ്പിനിശ്ശേരി, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തെങ്ങ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. ചെണ്ടയാട് പുത്തൂർ സബ്സ്റ്റേഷന് സമീപമാണ് വീടിന് മുകളിൽ തെങ്ങ് വീണത്. ചെണ്ടയാട്ടെ അനിൽ ചാലുപറമ്പിന്റെ വീടിന് മുകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തെങ്ങ് വീണത്. വീട്ടുകാർ അത്ഭുതകരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്റ്റെയർകേസിന് താഴെ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന അനിലിന്റെ മക്കളായ സാന്ത്വനയും സനഹയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തെങ്ങ് വീണതിനെ തുടർന്ന് വീടിന്റെ ഒരു ഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വീട് സന്ദർശിച്ചു. രാമായണം മികച്ച സാഹിത്യ ഗ്രന്ഥമാണെന്ന് കരുതാനാണ് തനിക്കിഷ്ടമെന്ന് പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനുമായ MN കാരശ്ശേരി. മാതൃകാധ്യാപകനും ശ്രദ്ധേയ കവിയുമായ സുഗുണൻ മാസ്റ്റർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാൽമീകി രാമായണം സമ്പൂർണ്ണ പദ്യപരിഭാഷ തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാമായണം എന്നത് ചരിത്ര ഗ്രന്ഥമാണെന്നാണ് ഹിന്ദുത്വ രാഷ്ട്രീയവാദികൾ പറയുന്നത്. ഭക്തിഗ്രന്ഥമാണെന്ന് മറ്റു പലരും വിചാരിക്കുന്നു. എന്നാൽ അതൊരു മികച്ച സാഹിത്യ ഗ്രന്ഥമാണെന്നാണ് താൻ വിചാരിക്കുന്നതെന്ന് MN കാരശ്ശേരി പറഞ്ഞു. രാമൻ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിന് പരിഭാഷകൾ പണ്ട് ഉണ്ടായിട്ടുണ്ട്. വള്ളത്തോളിൻ്റെ പരിഭാഷ ഏറ്റവും പ്രശസ്തമായ പരിഭാഷ. അപ്പോൾ നമുക്കിപ്പോൾ ആലോചിക്കാനുള്ളൊരു കാര്യം, വാൽമീകി രാമായണം കൊണ്ട്
എന്താണ് ആവശ്യം? ഏറ്റവും ചുരുങ്ങിയത് 2000 കൊല്ലത്തെ പഴക്കം വാൽമീകി രാമായണത്തിനുണ്ട്. അതൊരു ചരിത്ര ഗ്രന്ഥമാണ് എന്ന് ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയക്കാർക്ക് വാദമുണ്ട്. അതൊരു ഭക്തി ഗ്രന്ഥമാണ് എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. ഞാനിത് രണ്ടും വിചാരിക്കാത്ത ഒരാളാണ്. അതൊരു മികച്ച സാഹിത്യകൃതിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു സാഹിത്യാസ്വാദകനാണ് ഞാൻ. ഇപ്പോൾ രാമൻ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതിപ്പോ 19 കൊല്ലമായിട്ടേ ഉള്ളൂ. രാമകഥയ്ക്ക് എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതൊരു പക്ഷേ ആദ്യമായി എഴുതിയ കവിയായിരിക്കാം വാൽമീകി എന്ന് പറയുന്നു. സുഗുണമാഷ്ട പരിഭാഷ ഞാൻ എൻ്റെ പല ഭാഗങ്ങളും നോക്കി. എനിക്ക് കുറച്ച് ഭാഗങ്ങൾ അയച്ചു കിട്ടി. അത്യന്തം ലളിതമാണ്. അത് ചെറിയ കാര്യമല്ല. അദ്ദേഹം നിങ്ങൾക്കറിയുന്ന മാതിരി ഒരു സംസ്കൃത പണ്ഡിതൻ്റെ മകനാണ്. അദ്ദേഹം തന്നെയും ഒരു സംസ്കൃത പണ്ഡിതനാണ്. അപ്പോൾ ഏത് ഭാഗം നോക്കിയാലും വളരെ വളരെ ലളിതമാണ്. ഞാൻ അതിൽ ഓർക്കുന്ന ഒരു ചെറിയ കാര്യം, രാമലക്ഷ്മണന്മാർ സീതയോട് കൂടി കാട്ടിലേക്ക് പോകുമ്പോൾ ആണ് വാൽമീകി അവരെ പിന്നെ വിളിക്കുന്നത് പ്രവാസി എന്നാണ്. ആളുകളുടെ വിചാരം ഇതൊരു പുതിയ വാക്കാണ്, ഇവിടുത്തെ ആൾ ദുബായി പോയിട്ടുണ്ടായ വാക്കാണ്. വാൽമീകി രാമായണത്തിൽ ഇവർ വനവാസികളായതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് വാൽമീകി രാമനെ പറ്റിയും ലക്ഷ്മണനെ പറ്റിയും സീതയെ പറ്റിയും പറയുമ്പോൾ ഇടയ്ക്ക് പ്രവാസികൾ എന്ന് പറയും. അങ്ങനെ പ്രവാസത്തിന് പുറപ്പെടുമ്പോൾ രാമൻ കാട്ടിൽ പോകുന്നത് അച്ഛൻ്റെ സത്യം പാലിക്കാനാണ്. സീത പോകുന്നത് ധർമ്മപത്നി എവിടെയും കൂടെ വേണം എന്നുള്ള ന്യായത്തിലാണ്. ലക്ഷ്മണൻ എന്തിനാണ് കാട്ടിൽ പോകുന്നത്? ഇത് ആലോചിക്കേണ്ട ഒരാള് ലക്ഷ്മണന്റെ അമ്മ സുമിത്രയാണ്. നാടക സിനിമാ താരം രാജേന്ദ്രൻ തായാട്ട് പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ കെ.വി. ശശിധരൻ പുസ്തക പരിചയം നടത്തി. പ്രശസ്ത കഥാകാരൻ വി.ആർ. സുധീഷ് മുഖ്യ പ്രഭാഷണം നടത്തി. എ. ലക്ഷ്മണൻ, സുഗുണൻ മാസ്റ്ററുടെ പത്നി തങ്കം, കെ. കൃഷ്ണൻ, പി.വി. വിജയൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചരിത്രകാരൻ കെ. മാരാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മനോജ് ടി. സാരംഗ് സ്വാഗതവും സുഗുണൻ മാസ്റ്ററുടെ മകൻ സാമസൂര്യ നന്ദിയും പറഞ്ഞു. ആദികവി വാൽമീകിയുടെ അനശ്വര കാവ്യഗ്രന്ഥത്തിന്റെ ആത്മാവും കാവ്യഭംഗിയും ഒട്ടും ചോരാതെയാണ് 9 വർഷത്തെ പരിശ്രമത്തിലൂടെ സുഗുണൻ മാസ്റ്റർ പദ്യ പരിഭാഷ പൂർത്തിയാക്കിയത്. 2 വാള്യങ്ങളായുള്ള പുസ്തകത്തിന്റെ മുഖവില 2700 രൂപയാണ്. പ്രീ പബ്ലിക്കേഷനിൽ 2000 രൂപയ്ക്ക് ലഭിക്കും. പുസ്തക പ്രകാശനത്തിന് ശേഷം സുഗുണൻ മാസ്റ്റർ രചിച്ച കവിതകളുടെ സംഗീതാലാപനവും ഉണ്ടായി. സ്റ്റാർ സിംഗർ ഫെയിം JR ദീപക് നേതൃത്വം നൽകി. പാനൂരിൽ KSRTC ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഷാഫി പറമ്പിൽ MP ഫ്ളാഗ് ഓഫ് ചെയ്തു. PK പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. പാനൂരിന്റെ ഗ്രാമീണ മേഖലകളെ നഗരവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് KSRTC ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചത്. പാനൂർ നഗരസഭയുടെ ഓണസമ്മാനമാണ് KSRTCയുടെ ഗ്രാമവണ്ടി. ഷാഫി പറമ്പിൽ MP ഗ്രാമവണ്ടി സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. PK പ്രവീൺ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ജനങ്ങളുടെ അത്തരം യാത്രാ പ്രയാസങ്ങൾ മുന്നിൽ കണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ KSRTC മുന്നോട്ട് വെക്കുന്ന ഒരു സ്കീമിനെ നമ്മുടെ നഗരസഭയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പാനൂർ നഗരസഭയുടെ ഈ തീരുമാനത്തിന് നാട്ടിലെ ജനതയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരുകയാണ്. ഇത് യാത്രാക്ലേശം അത് തീർച്ചയായിട്ടും ഇപ്പോൾ പല പ്രദേശത്തേക്കും പല വണ്ടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്കീം KSRTC മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇന്ധന ചെലവിൻ്റെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം ഇവിടെ ലോക്കൽ ബോഡി ഏറ്റെടുക്കുമ്പോൾ, നഗരസഭ ഏറ്റെടുക്കുമ്പോൾ അത് ആളുകൾക്ക് വലിയ കൺവീനിയൻസ് ആണ്. ഇപ്പം എല്ലാവർക്കും വണ്ടി ഉണ്ടായെന്ന് വരില്ല. എല്ലാവരും വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയുള്ള ബുദ്ധിമുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉൾപ്പെടെ അതിന് കാരണക്കാരുമാണ്. അപ്പം ഗ്രാമവണ്ടി പോലൊരു കൺസെപ്റ്റ് നാട്ടിൽ ഓടുന്നതിൻ്റെ പലതരത്തിലുള്ള ഗുണം നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രാമവണ്ടി ഇന്ന് പല ഗ്രാമങ്ങൾക്കും ചേർന്നുകൊണ്ടിരിക്കുകയാണ്. KSRTCയുടെ
എത്തിച്ചേരാനുള്ള പ്രധാന കാരണം പല മേഖലയിലും ഗതാഗത സൗകര്യമുണ്ടെങ്കിലും ഉൾഗ്രാമങ്ങളിൽ എത്തിപ്പെടാനുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതായി മനസ്സിലാക്കിക്കൊണ്ടാണ് KSRTC ഇങ്ങനെയൊരു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ഗവൺമെൻറ് തുടക്കം കുറിക്കുകയും അതനുസരിച്ച് ഈ ഗവൺമെൻറ് അതിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഗ്രാമവണ്ടിക്ക് ഇന്ന് പാനൂർ നഗരസഭയിലേക്ക് പ്രയാണം ആരംഭിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൗഷത്ത് ടീച്ചർ സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഉമേഷ തിരുവമ്പാടി, സുഹൈൽ മേക്കുന്ന്, നിഷിത ചന്ദ്രൻ, ടി മുഹമ്മദ് നജീർ, KC ഹസീന, കൗൺസിലർ NP മുനീർ, സുരേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PPS സലാം, V സുരേന്ദ്ര മാസ്റ്റർ, V നാസർ മാസ്റ്റർ, KP ഹാഷിം, K രമേശൻ, സന്തോഷ് കണ്ണമ്പള്ളി, KK ധനഞ്ജയൻ, തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പാനൂരിൻ്റെ ഗതാഗത മേഖലയിൽ പുതിയ പ്രതീക്ഷകൾക്ക് വഴിതുറന്നാണ് ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചത്. പാനൂർ നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് ഗ്രാമവണ്ടിയുടെ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. പാനൂർ, കണ്ണംവെള്ളി, പെരിങ്ങത്തൂർ, കരിയാട് മേഖലകളിലൂടെയാണ് ഗ്രാമവണ്ടി യാത്ര നടത്തുക. പൊതുഗതാഗത സൗകര്യം പരിമിതമായ പ്രദേശങ്ങളിലെ യാത്രാ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി. വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും സാധാരണ യാത്രക്കാർക്കും ഏറെ പ്രയോജനപ്പെടുന്ന തരത്തിലാണ് സർവീസ് ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യമാണ് യാത്ര. പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യമായിരുന്ന KSRTC ഗ്രാമവണ്ടി യാഥാർത്ഥ്യമായതോടെ പാനൂരിന്റെ ഗ്രാമീണ മേഖലകളെ നഗരവുമായി കൂടുതൽ അടുപ്പിക്കുന്ന ഗതാഗത പദ്ധതിക്കാണ് തുടക്കമായത്. 2026 സംഘമിത്ര നാടക പുരസ്കാരം രാജേന്ദ്രൻ തായാട്ടിന്. വിഖ്യാത ബാലസാഹിത്യകാരൻ K തായാട്ടിന്റെ മകനാണ് രാജേന്ദ്രൻ തായാട്ട്. നിരവധി സിനിമകളിലും സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2026 സംഘമിത്ര നാടക പുരസ്കാരം രാജേന്ദ്രൻ തായാട്ടിന്. കലാരംഗത്തെ ബഹുമുഖ പ്രതിഭയ്ക്ക് അർഹമായ അംഗീകാരമാണ് സംഘമിത്രയുടെ ഈ പുരസ്കാരം. വിഖ്യാത ബാലസാഹിത്യകാരൻ K തായാട്ടിന്റെ മകനാണ് രാജേന്ദ്രൻ തായാട്ട്. നാടകവേദിയിൽ നിന്ന് സിനിമയിലേക്കും റേഡിയോയിലേക്കും സജീവ സാന്നിധ്യമായി മാറിയ കലാകാരനാണ് രാജേന്ദ്രൻ തായാട്ട്. നടൻ, നാടക സംവിധായകൻ, സിനിമാ അഭിനേതാവ്, സഹസംവിധായകൻ, കാസ്റ്റിംഗ് ഡയറക്ടർ തുടങ്ങി കലാരംഗത്തെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് രാജേന്ദ്രൻ തായാട്ട് നടത്തിവരുന്നത്. മമ്മൂട്ടി നായകനായ ബാല്യകാലസഖിയിൽ ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതടക്കം 40ഓളം മലയാള സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, കന്നഡ സിനിമകളിലും സാന്നിധ്യമറിയിച്ച രാജേന്ദ്രൻ തായാട്ട് ഉരു എന്ന സിനിമയിലും പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു. 60ലേറെ പ്രൊഫഷണൽ നാടകങ്ങളും 100ഓളം അമേച്ചർ നാടകങ്ങളും നിരവധി കുട്ടികളുടെ നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 100ഓളം ഭക്തിഗാന ആൽബങ്ങളിലും നിരവധി ഹ്രസ്വചിത്രങ്ങളിലും അഭിനയിച്ച രാജേന്ദ്രൻ തായാട്ട് കണ്ണൂർ ആകാശവാണി FM നിലയത്തിലും നാടക കലാകാരനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി ജൂറി അംഗമായും പ്രവർത്തിച്ചിട്ടുള്ള രാജേന്ദ്രൻ തായാട്ടിനെ തേടി യുവതാര സംസ്ഥാന പുരസ്കാരം, PM താജ് സംസ്ഥാന പുരസ്കാരം, തിലകൻ സ്മാരക പുരസ്കാരം, ഗിരീഷ് കർണാട് പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. വിവിധ മേഖലകളിലായി 100ഓളം ചെറുതും വലുതുമായ പുരസ്കാരങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. നാടകവേദിയുടെ കരുത്തും സിനിമയുടെ വിശാലതയും ഒരുപോലെ ഉൾക്കൊണ്ട് കലയുടെ വിവിധ മേഖലകളിൽ പതിറ്റാണ്ടുകളായി നിറസാന്നിധ്യമായി തുടരുന്ന രാജേന്ദ്രൻ തായാട്ടിന് ലഭിച്ച സംഘമിത്ര നാടക പുരസ്കാരം തികച്ചും അർഹമായ അംഗീകാരം തന്നെയാണ്. കണ്ണൂരിന്റെ സംഘർഷകാല ചരിത്രം പറയുന്ന പുസ്തകം ചർച്ചയാകുന്നു. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച ആഗസ്റ്റ് 25-ന് കൂത്തുപറമ്പ് പുസ്തകോത്സവത്തിൽ നടക്കും. കണ്ണൂരിന്റെ സംഘർഷകാലത്ത് കൂത്തുപറമ്പ് SI ആയിരുന്ന റിട്ടയേർഡ് SP പ്രിൻസ് എബ്രഹാം മുഖ്യാതിഥിയാകും. ആഗസ്റ്റ് 25-ന് മാറോളിഘട്ട് ടൗൺ സ്ക്വയറിലാണ് ചർച്ച സംഘടിപ്പിച്ചത്. കൈരളി ബുക്സിൻ്റെയും കൂത്തുപറമ്പ് മലയാള കലാനിലയത്തിൻ്റെയും നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ നടക്കുന്ന കലാകൈരളി പുസ്തകമേളയും സാംസ്കാരികോത്സവത്തിൻ്റെയും ഭാഗമായാണ് പുസ്തക ചർച്ച ഒരുക്കിയിരിക്കുന്നത്. റിട്ടയേർഡ് SP പ്രിൻസ് എബ്രഹാം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2.5 പതിറ്റാണ്ട് മുമ്പ് കൂത്തുപറമ്പിൽ SI ആയും പ്രിൻസ് എബ്രഹാം പ്രവർത്തിച്ചിരുന്നു. കണ്ണൂരിൻ്റെ സംഘർഷ കാലഘട്ടത്തിലായിരുന്നു കൂത്തുപറമ്പിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ആ ഓർമ്മകളുമായാണ് കൂത്തുപറമ്പിന്റെ മണ്ണിലേക്ക് റിട്ടയേർഡ് SP പ്രിൻസ് എബ്രഹാം ഒരിക്കൽ കൂടി കടന്നു വരുന്നത്. നവാസ് മേത്തറുടെ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് കൈരളി ബുക്സാണ്. നവാസ് മേത്തറുടെ മറ്റൊരു പുസ്തകമായ കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിലും പ്രിൻസ് എബ്രഹാം ഒരു പ്രധാന കഥാപാത്രമാണ്. കോവിഡ് കാലത്ത് നടന്ന പ്രിൻസ് എബ്രഹാമിന്റെ മാതാവിന്റെ മരണവും അപൂർവതകളോടെ നടന്ന സംസ്കാര ചടങ്ങും
ഈ പുസ്തകത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പുസ്തക ചർച്ചയിൽ പ്രിൻസ് എബ്രഹാമിന് പുറമെ കൂത്തുപറമ്പ് ACP K. സനിൽകുമാർ, കണ്ണൂർ വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ MR രജീഷ്, പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഉമേഷ് പായം, കുന്നരിക്ക സ്വീക്കൽ പൊതുജന പാൻസലാൻ ഗ്രന്ഥാലയം ബാലവേദി സെക്രട്ടറി അന്വയ രാജേന്ദ്രൻ, ഗ്രന്ഥകാരൻ നവാസ് മേത്തർ എന്നിവരും പങ്കെടുക്കും. മാലിന്യ സംസ്കരണത്തിനൊപ്പം പുനരുപയോഗത്തിന്റെ പുതിയ സാധ്യത തേടി മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഓണാവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വേസ്റ്റ് മാനേജ്മെന്റ് പരിപാടിയിൽ ഉപയോഗശൂന്യമായ LED ബൾബുകൾ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും ഉപയോഗപ്രദമാക്കാനുള്ള പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകി. CK സുബിൻലാലാണ് ക്ലാസ് നയിച്ചത്. സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കും. SPC ഓണാവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വേസ്റ്റ് മാനേജ്മെന്റ് പരിപാടിയിലാണ് ഉപയോഗശൂന്യമായ LED ബൾബുകൾ പുനരുപയോഗിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കുട്ടികൾ വീടുകളിൽ നിന്നും ശേഖരിച്ച കേടായ LED ബൾബുകൾ ചെറിയ ചെലവിൽ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും ഉപയോഗപ്രദമാക്കുന്നതിനുള്ള പരിശീലനവും ഇവർക്ക് നൽകി. വരും ദിവസങ്ങളിൽ സ്കൂളിലെ മറ്റു കുട്ടികൾക്കും ഈ പരിശീലനം നൽകാനാണ് പദ്ധതി. സമൂഹം നേരിടുന്ന ഈ മാലിന്യ പ്രശ്നത്തിന് പ്രായോഗികമായ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടി പോലീസുകൾ. സീനിയർ കഡറ്റ് CK നവജ്യോതിന്റെ രക്ഷിതാവും മുതിയങ്ങ ശങ്കരവിലാസം UP സ്കൂൾ പ്രധാന അധ്യാപകനുമായ CK സുബിൻലാലാണ് ക്ലാസ് നയിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് P. പ്രകാശൻ, പ്രധാന അധ്യാപകൻ യൂസഫ് ഹദിയോത്ത് എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു. K. പ്രകാശൻ, CPO MK രാജീവൻ, K. പവിത്രൻ, B. വിനയ്, അഖിൽ, ജിത്തു, ജിതിൻ, നവരാഗ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഓണാവധിയിലും കഷ്ടപ്പെടുന്നവർക്കും കിടപ്പ് രോഗികൾക്കും കൈത്താങ്ങായി കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ. കതിരൂർ പഞ്ചായത്ത് 16-ാം വാർഡിലെ അർഹരായ 20 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ഓണത്തിന്റെ സന്തോഷം അർഹരായ കുടുംബങ്ങളിലേക്കും എത്തിച്ച് കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ. യൂണിറ്റിന്റെ മാനസഗ്രാമമായ കതിരൂർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലെ 20 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ നൽകിയത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ വാർഡ് അംഗം CV ധനേഷിന് കിറ്റ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് NSS വളണ്ടിയർമാർ വീടുകളിലെത്തി കുടുംബങ്ങൾക്ക് നേരിട്ട് കിറ്റുകൾ നൽകി. ഓണാവധിക്കാലത്തും സമൂഹത്തിന്റെ വേദനകൾക്കൊപ്പം നിൽക്കണമെന്ന സന്ദേശമാണ് കുട്ടികളുടെ ഈ സേവന പ്രവർത്തനം നൽകുന്നത്. PTA പ്രസിഡന്റ് TK ഷാജി, വാർഡ് അംഗം അജിത് കാരായി, പ്രോഗ്രാം ഓഫീസർ ഫൈസൽ PK, റിട്ടയർഡ് പോലീസ് ഓഫീസർ പ്രകാശൻ കതിരൂർ, വളണ്ടിയർ ലീഡർമാരായ അസ്അദ്, ഹരിലക്ഷ്മി എന്നിവർ സംസാരിച്ചു. അക്ഷജിത്ത്, സന്മയ്, ദേവാംഗന, ജൽഹിന്ദ്, നവേന്ദ്, ഫാത്തിമ, സിയ ഷംസ്, അശ്വതി, ഋഷ്യശൃംഗ്, ശ്രീയുക്ത ലാലു, ദേവാമൃത, ആര്യനന്ദ, അനാമിക, ഗോപികരാജ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഓണത്തിന് നമ്മുടെ വിദ്യാർത്ഥികൾ NSSന്റെ വളണ്ടിയർമാർ ഓരോ വീടുകളിലും എത്തി ഇതുപോലെ ഒരു കിറ്റ് നൽകുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ എക്കാലം ഓർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സേവനമായിട്ട് നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ ഭാവിയിൽ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള വീടുകളിൽ 20 വീടുകളിലേക്കുള്ള കിറ്റുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ വീടുകളിലും നമ്മുടെ NSS വളണ്ടിയർമാർ അത് എത്തിക്കുമ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഒരു വലിയൊരു സ്നേഹബന്ധം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4-ാം മൈൽ, കതിരൂർ. ഓൾസോ അറ്റ് കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി.
ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. കീഴന്തിമുക്ക് ചതയ ദിനാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചതയ ദിനാഘോഷം സംഘടിപ്പിക്കും. 27, 28 തീയതികളിൽ നടക്കുന്ന ചതയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചിത്ര, ചെസ് രചനാ മത്സരങ്ങൾ നടത്തി. തിരുവങ്ങാട് വലിയ മാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി പ്രധാനാധ്യാപിക ഷീബ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരു മണ്ണിൽ പറന്ന് ഒരു വായു ശ്വസിച്ച് ഒരു സൂര്യൻ്റെ പേര്, ഒരു സൂര്യൻ്റെ വെളിച്ചം ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മളുടെ ഇടയിൽ, അല്ലെ മനുഷ്യരുടെ ഇടയിൽ എന്തിനാണ് പലതിൻ്റെയും പേരിൽ ഒരു വേർതിരിവ് എന്ന് ചോദിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാ വർഷവും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണെന്നറിയാം. തുടർന്നും ഇത് നടത്താനുള്ള ഊർജം, അതിൻ്റെ ആ ആവേശം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ കുട്ടികൾ പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാ സ്കൂളുകളിലും നമ്മൾ ഓണം ആഘോഷിച്ചല്ലേ. വാർഡ് അംഗം E. ആശ
മേലോട്ട് മടപ്പുര ക്ഷേത്രം പ്രസിഡന്റ് KM ധർമ്മപാലൻ എന്നിവർ സംസാരിച്ചു. KP ഷിതു സ്വാഗതവും K ഷിജില നന്ദിയും പറഞ്ഞു. ട്രസ്റ്റ് അംഗങ്ങളായ K ലിജിൻ, T രാജേഷ്, PT വിനോദ്, KP ജിതിൻ, K രതീഷ്, P നിഖിൽ എന്നിവർ നേതൃത്വം നൽകി. 27, 28 തീയതികളിലാണ് ചതയ ദിനാഘോഷം നടക്കുന്നത്. ജാപ്പനീസ് ബൂദോ കരാത്തെ സ്കൂൾ ഇന്റർനാഷണലിന്റെ പുതിയ ശാഖ തോട്ടുമലിൽ പ്രവർത്തനം ആരംഭിച്ചു. തോട്ടുമൽ ബാങ്ക് കെട്ടിടത്തിന് മുകളിലാണ് പുതിയ പരിശീലന കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ മുഖ്യപരിശീലകൻ സെൻസായി CN മുരളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ KT ഡിബീഷ് സംസാരിച്ചു. ഋതു സനീഷ്, PV ഷിൽജിത്ത്, NR ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ബാച്ചുകളിലായാണ് ഇവിടെ കരാത്തെ പരിശീലനം ക്രമീകരിച്ചിരിക്കുന്നത്. പുതിയ ബാച്ചുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. തലമുറകളുടെ സ്നേഹവും നന്മകളും പങ്കുവെച്ച് പാനൂരിനടുത്ത കീഴ്മാടത്തെ മൊട്ടത്ത് തറവാട്ടിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. സ്വദേശത്തും വിദേശത്തുമുള്ള കുടുംബാംഗങ്ങൾ സംഗമത്തിനെത്തി. സ്വദേശത്തും വിദേശത്തുമുള്ള കുടുംബാംഗങ്ങൾ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. തലമുറകളുടെ സ്നേഹവും ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ടാണ് കുടുംബസംഗമം നടന്നത്. പന്നന്നൂർ ഫർഹാസ് യൂസഫ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കീഴ്മാടം പ്രദേശത്ത് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മൊട്ടത്ത് ആമിനാന്റെയും തൂലേൽ മുഹമ്മദ് സീരിയുടെയും 11 മക്കളിൽ നിന്നുള്ള ഒരു കുടുംബമാണ് മൊട്ടത്തക്കൂട്ടം എന്നറിയപ്പെടുന്ന മൊട്ടത്ത് തറവാട് അംഗങ്ങൾ. ഇപ്പോൾ ആ കുടുംബം സമീപ പ്രദേശങ്ങളായ പെരിങ്ങത്തൂർ, പുല്ലൂക്കര, അണിയാറം, പന്ന്യന്നൂർ, പാനൂർ, ചൊക്ലി, റാമത്തി, ചമ്പാട്, തലശ്ശേരി, പാറാട്, മുക്കാളി, കാക്കയങ്ങാട് പ്രദേശങ്ങൾ കൂടാതെ കണ്ണൂർ ജില്ലയിലെ ഇതര ഭാഗങ്ങളിലേക്കും കോഴിക്കോട് ജില്ലയിൽ അടക്കം വ്യാപിച്ചു കിടക്കുന്ന 3000-ഓളം അംഗങ്ങളുള്ള ഒരു കുടുംബ പരമ്പരയാണ്. ഭൂസ്വത്തുക്കളുടെ ഉടമയായിരുന്നു. മക്കൾക്ക് അനന്തരാവകാശമായി കിട്ടിയ പ്രകാരം ആമിനാന്റെ 11 മക്കളിലെ 6ാമത്തെ മകനായ എന്റെ വലിയപ്പ മൊട്ടത്ത് മൊയ്ലീന് തന്നെ ഞാൻ താമസിച്ചിരുന്ന കച്ചേരിമൊട്ടയിലെ പറമ്പത്ത് ഓഹരിയായി 3/4 ഏക്കറായും പൊട്ടന്റെ അവിടെ 40 സെന്റ് സ്ഥലവും ഉണ്ടായിരുന്നതിൽ നിന്നും ഊഹിക്കാം ആമിനയും മുഹമ്മദ് സീരിയും കീഴ്മാടത്ത് ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്ന ധനാഢ്യർ ആയിരുന്നു എന്ന വസ്തുത. മൊട്ടത്ത് റഷീദ് ഹാജി അധ്യക്ഷനായി. മൊട്ടത്ത് ഹമീദ് ഹാജി സ്വാഗതം പറഞ്ഞു. 100 വയസ്സ് പൂർത്തിയാക്കിയ മൊട്ടത്ത് ഖദീഷ ഹജ്ജുമയെ ചടങ്ങിൽ ആദരിച്ചു. PK പ്രവീൺ MLA, പാനൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ KV റമല ടീച്ചർ എന്നിവർ ആദര സമർപ്പണം നടത്തി. ലൈവ് ഉസ്മാൻ പാനൂർ, അബ്ദുള്ള ഹാജി കുന്നിയൽ, KP മൂസ, സഫ്രീന മൊട്ടത്ത്, ബഷീർ VTK, ബഷീർ ഹാജി ആലിൻ്റെവിട എന്നിവർ ആശംസകൾ നേർന്നു. കുട്ടികൾക്കായുള്ള വിവിധ മത്സരങ്ങളും കലാപരിപാടികളും ഗാനാലാപനവും കുടുംബസംഗമത്തിന് മാറ്റുകൂട്ടി. നിരവധി കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന കുടുംബസംഗമം തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹക്കൂട്ടായ്മയായി. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കീഴ്മാടം പ്രദേശത്ത് ജീവിച്ച മൊട്ടത്ത് ആമിനയുടെയും തൂലേൽ മുഹമ്മദ് സീദിയുടെയും 11 മക്കളിൽ 5ാമത്തെ മകളായ മൊട്ടത്ത് റാബിയയുടെ കുടുംബശാഖയിലെ അംഗങ്ങളാണ് സംഗമത്തിൽ ഒത്തുചേർന്നത്. ഞായറാഴ്ച ഉച്ച മുതൽ വൈകിട്ട് വരെ മൊട്ടത്ത് തറവാട്ടിലെ തിരുവട്ടത്തായിരുന്നു കുടുംബസംഗമം. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും പഴയ തലമുറകളുടെ ഓർമ്മകളും പുതുതലമുറയ്ക്ക് പകർന്നു നൽകിയ വേദിയായി കുടുംബസംഗമം മാറി. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് പകരം കേടായ ഉപകരണങ്ങൾ നന്നാക്കി വീണ്ടും ഉപയോഗിക്കാമെന്ന ആശയവുമായി ഹാർഡ്വെയർ ക്ലിനിക്കുമായി വിദ്യാർത്ഥികൾ മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വേറിട്ട മാതൃകാ പ്രവർത്തനം നടന്നത്. SPC അവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായി മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹാർഡ്വെയർ ക്ലിനിക്ക് സംഘടിപ്പിച്ചു.
സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നിസ്സാരമായ കേടുപാടുകൾ കാരണം ഉപയോഗശൂന്യമായി മാറ്റിവെച്ച കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തനക്ഷമമാക്കുകയായിരുന്നു ലക്ഷ്യം. കേടായ CPU, മോണിറ്റർ, കീബോർഡ്, മൗസ് തുടങ്ങിയവ വിദ്യാർത്ഥികൾ തന്നെ പരിശോധിച്ച് നന്നാക്കി. സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിച്ചും ആവശ്യമായ പുതിയ ഭാഗങ്ങൾ ഘടിപ്പിച്ചുമാണ് ഉപകരണങ്ങൾ പുനരുപയോഗ യോഗ്യമാക്കിയത്. ഇതിലൂടെ ഈ മാലിന്യം കുറയ്ക്കുന്നതിനൊപ്പം വിദ്യാർത്ഥികളുടെ സാങ്കേതിക നൈപുണ്യവും പ്രായോഗികമായി വളർത്തുകയാണ് ക്ലിനിക്കിലൂടെ ലക്ഷ്യമിട്ടത്. പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് സാനിഫ്, കൈറ്റ് മെന്റർമാരായ VP പവിത്രൻ, N ഷീജ, നമിത, CPOമാരായ രാജീവൻ, ദീപ്തി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അനാവശ്യമായി വലിച്ചെറിയാതെ അറ്റകുറ്റപ്പണി നടത്തി പുനരുപയോഗിക്കാം. പരിസ്ഥിതി സൗഹൃദശീലം കുട്ടികളിൽ ചെറുപ്പത്തിലേ വളർത്താനുള്ള മാതൃകാ പ്രവർത്തനമായി മാറുകയാണ് ഈ ഹാർഡ്വെയർ ക്ലിനിക്ക്. കേരള സീനിയർ സിറ്റിസൺ ഫോറം മേക്കുന്ന് യൂണിറ്റ് രൂപവൽക്കരണ യോഗം സംസ്ഥാന സെക്രട്ടറി VP ചാത്തു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MK മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മേക്കുന്നിൽ കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ പുതിയ യൂണിറ്റിന്റെ രൂപീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി VP ചാത്തു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പറയുന്നു, നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചായപ്പൊടികൾ പോലും പൊതു ഇടങ്ങളായി മാറിയിരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷെ ക്രമേണ കേരളത്തിന്റെ ചിത്രം മാറി വരുമ്പോൾ ആ പൊതു ഇടങ്ങൾ മാറിക്കൊണ്ട് രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു പല വിഭാഗങ്ങളുടെ പേരിൽ ആളുകൾ സംഘം കൂടുന്നത് ചേരി തിരിഞ്ഞു മാറി നിൽക്കുകയുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിലാണ് MCV ഭട്ടതിരിപ്പാട് എന്നു പേരായ കൂത്തുപറമ്പ് ബാറിൽ വർക്ക് ചെയ്തിരുന്ന അവിടെ മാങ്ങാട്ടുളം പഞ്ചായത്തിൽ ജീവിച്ച ഒരാള്, ഒരു ഉന്നതനായ ഒരു നേതാവ് ഇത്തരമൊരു സംഘടനയ്ക്ക് രൂപം നൽകിയിരുന്നു. അതായത് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ പൊതുസമൂഹത്തിന്റെ ധാരയിലേക്ക് കൊണ്ടുവരാനും ആ ഒറ്റപ്പെടലിൽ നിന്നും അവർ അനുഭവിക്കുന്ന ഏകാന്തതയിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് 30 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കൂത്തുപറമ്പ് കേന്ദ്രമാക്കിയിട്ട് ഈ സംഘടനയുടെ പ്രാഥമികമായ രൂപീകരണം നടന്നത്. ഡോക്ടർ MK മധുസൂദനൻ അധ്യക്ഷനായി. C അച്യുതൻ, ദേവദാസ് മത്തത്ത്, K സുരേന്ദ്രൻ, പ്രൊഫസർ MK താഹിർ എന്നിവർ സംസാരിച്ചു. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും അവകാശ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് യൂണിറ്റിന് രൂപം നൽകിയത്. തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ SPCയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. SPCക്കായി 3 ദിവസമായി നടത്തിയ ഓണം ക്യാമ്പ് സമാപിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ചൈതന്യ പതാക ഉയർത്തി. ജനറൽ ആശുപത്രി പോലീസ് സർജൻ ഡോക്ടർ VS നിതിൻ മുഖ്യാതിഥിയായി. ചാലിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഓണക്കിറ്റുകൾ സമ്മാനിച്ചു. വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ, യോഗ, റോഡ് വാക്ക്, സിനിമാ പ്രദർശനം, ഫയർ സ്റ്റേഷൻ സന്ദർശനം, ഫീൽഡ് വിസിറ്റ് എന്നിങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. 3000-ഓളം വിവിധ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. മലയാള സമിതിയുടെ സംസ്ഥാന പുരസ്കാരം ലഭിച്ച എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ സമീർ ധർമ്മടത്തിനെ ക്യാമ്പിൽ ആദരിച്ചു. ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ചാല ഹൈസ്കൂളിലെ 2 കിഡ്നിയും നഷ്ടമായ കുട്ടിക്ക് സ്കൂളിൽ ധനസമാഹരണം നടത്തി തുക കൈമാറി. ഫയർ സ്റ്റേഷനിലെ ഓഫീസർ ആനന്ദകൃഷ്ണൻ SPC പതാക താഴ്ത്തിയതോടെ ക്യാമ്പിന് സമാപനമായി.
PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മാഹിയിൽ വീട്ടുപകരണങ്ങൾ ഏതെടുത്താലും 189 രൂപയ്ക്ക്. മാഹിപ്പള്ളിക്ക് മുൻവശം ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളും കൂടാതെ ലേഡീസ് ഹാൻഡ് ബാഗ്, കോളേജ് ബാഗ്, ലഗേജ് ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ, അലൂമിനിയം, ഇൻറ്റാലിയം പാത്രങ്ങൾ, ക്ലോക്കുകൾ, ചപ്പലുകൾ തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് മാഹിപ്പള്ളിക്ക് മുൻവശം ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഓഗസ്റ്റ് 10 മുതൽ 26 വരെ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. പാനൂരിലെ പ്രമുഖ തറവാടായ AV കുടുംബസംഗമം സംഘടിപ്പിച്ചു. കൈവേലിക്കൽ MES സ്കൂൾ ക്യാമ്പസിൽ PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും അരങ്ങേറി. പാനൂരിലെ പ്രമുഖമായ എളന്തോടൻ വീട്ടിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പാനൂർ കൈവേലിക്കൽ MES പബ്ലിക് സ്കൂൾ ക്യാമ്പസിലാണ് കുടുംബസംഗമം നടന്നത്. 1000-ഓളം കുടുംബാംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. PK പ്രവീൺ MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. എന്നെ എത്തിച്ചതിന്റെ AV കുഞ്ഞുമുസാജിയുടെ അനുഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ഈ ചോടിലേക്ക് വന്നത്. മറ്റൊന്നുമല്ല, അത് പറയാനുള്ള കാരണം അന്ന് എൻ്റെ എതിരാളിയായി മത്സരിച്ചത് ഞാൻ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആദരനായ സുലൈമാൻ ഹാജിക്കയായിരുന്നു. സുലൈമാൻ ഹാജിക്ക ആദ്യത്തെ ഞാൻ ചോദിച്ചു, സുലൈമാൻ ഹാജിക്ക മത്സരിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ AV മൂസാജിക്കയുടെ വീട്ടിൽ പോയി അദ്ദേഹം എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ തന്നെ വിജയിക്കും, നീ പോയി വരൂ എന്ന് പറഞ്ഞു.
പിറ്റേന്നാണ് കാണുന്നത് സുലൈമാനാജിക്ക് നമ്മുടെ അലീക്കയിൽ കൂടി നിർബന്ധപൂർവ്വം സുലൈമാനാജിക്ക് സ്ഥാനാർത്ഥിയാക്കി വെച്ച്. സുലൈമാനാജിക്ക് പറഞ്ഞ് ഞാനിങ്ങനെ നിർബന്ധമായിട്ടാണ് വന്നത്, പക്ഷെ മൊസാജിക്ക ആകെ ധർമ്മസങ്കടത്തിലായി. എന്താണ് ചെയ്യേണ്ടത്? അപ്പുറം സുലൈമാനാജിക്കുകയും ഇപ്പുറം PK പ്രവീൺ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലേക്ക് തുടക്കം കുറിച്ചത്, ജനപ്രതിനിധിയായി. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PP സുലൈമാൻ ഹാജി അധ്യക്ഷനായി. ജനറൽ കൺവീനർ NK സഫ്വാൻ സ്വാഗതം പറഞ്ഞു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ, വാർഡ് മെമ്പർ സനില അനീഷ്, പാനൂർ മഹല്ല് പ്രസിഡന്റ് TK അബ്ദുൽ ഹമീദ്, PP സുഹ്രാബി, PK ഹനീഫ, കാസിം മൊഹേരി, AV നാസർ, MTK മഹമ്മൂദ്, PB നഹാസ്, BP മഹമ്മൂദ്, ഡോക്ടർ അൻഷാദ്, റുക്സാന അലി, PK സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു. PP റഷീദ്, PP അൻവർ, PP റാഷിഖ്, PP നാഫിൽ, PP റിഷാൽ, AV റിസ്വാൻ, സലീം അടത്തിൽ, നിദാൻ, AV മഹമ്മൂദ്, PV ഖാലിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടുംബത്തിലെ മൂത്ത മരുമകനായ NK മൂസ ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളും കുടുംബസംഗമത്തിന് മാറ്റുകൂട്ടി. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ SV മുഹമ്മദ് അലി മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. ഓണം ആഘോഷങ്ങളുടെ മാത്രം കാലമല്ല, ചേർത്തുപിടിക്കലിൻ്റെയും കരുതലിൻ്റെയും കാലം കൂടിയാണ്. ആ സ്നേഹത്തിൻ്റെ പൂക്കാലം കിടപ്പ് രോഗികളിലേക്കും പകരുകയാണ് പാനൂരിലെ സ്റ്റിംസിൽ നടന്ന ഓണ സൗഹൃദ സംഗമം. ഓണപ്പൂക്കളത്തിൻ്റെ നിറവും ഓണക്കോടിയുടെ പുതുമയും സ്നേഹത്തിൻ്റെ മധുരവും ജീവിതത്തിൻ്റെ വേദനകളിൽ കഴിയുന്നവരിലേക്കും എത്തിക്കുകയാണ് പാനൂരിലെ മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് സ്റ്റിംസ് കൂട്ടായ്മ. സ്റ്റിംസിൻ്റെ നേതൃത്വത്തിൽ പൂക്കോയത്തങ്ങൾ ഹോസ്പീസിൻ്റെ കീഴിലാണ് ഓണ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. ഏകദേശം 1400 കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ സേവനവും മരുന്നും ഭക്ഷ്യക്കിറ്റും പാലിയേറ്റീവ് പരിചരണവും നൽകി വരുന്ന ഹോസ്പീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകിയാണ് സംഗമം നടന്നത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും മാധ്യമപ്രവർത്തകരും ചടങ്ങിൽ പങ്കുചേർന്നു. ഓണത്തിൻ്റെ സന്തോഷം വീടുകളിൽ മാത്രം ഒതുങ്ങരുതെന്ന സന്ദേശവുമായി കിടപ്പ് രോഗികൾക്ക് വസ്ത്രങ്ങളും പുതപ്പുകളും വിതരണം ചെയ്തു. പിണറായി കിഴക്കുംഭാഗത്തെ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വയോജന കേന്ദ്രം ഓണാഘോഷം സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. എല്ലാ ബുധനാഴ്ചകളിലും സമീപ പ്രദേശങ്ങളിൽ നിന്ന് വയോജനങ്ങൾ എത്തി വലിയ കൂട്ടായ്മകളാണ് നടത്തിവരുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്നും മാറി അണുകുടുംബങ്ങൾ നിലവിൽ വന്നതോടെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് ഏറെ ആശ്വാസപ്രദവും ആനന്ദകരവുമാണ് ഈ കൂടിച്ചേരലുകൾ. കൂട്ടായ്മയുടെ 50ാം ആഴ്ചയിൽ പകൽ വിശ്രമ കേന്ദ്രത്തിൽ ഓണാഘോഷം നടത്തി. പൂക്കളമൊരുക്കി പഴയ കാല ഓണത്തിൻ്റെ രസകരമായ അനുഭവങ്ങൾ പങ്കിട്ട് കലാവിരുന്നും വിഭവസമൃദ്ധമായ സദ്യയുമായാണ് ഓണത്തെ വരവേറ്റത്. ഗായകൻ പ്രമോദ് കണ്ണൻ ഗാനമാലപിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് അംഗം ടി ജോസ്ന അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി വി ജയചന്ദ്രൻ, എം സുരേഷ് ബാബു, പി വി വേണുഗോപാൽ, എം രമേശൻ എന്നിവർ സംസാരിച്ചു. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ ചാലിൽ പാറേമൽ പള്ളിക്ക് സമീപം സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി നിർവഹിച്ചു. പ്രസിഡന്റ് ഇനീഷ്യേറ്റീവ് ഫണ്ട് ഉപയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇനീഷ്യേറ്റീവ് ഫണ്ട് ഉപയോഗിച്ചാണ് മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. മിനി മാസ്റ്റ് ലൈറ്റ് യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ രാത്രികാല യാത്രക്കാർക്കും നാട്ടുകാർക്കും ഇത് ഏറെ ഉപകാരപ്രദമാകും. ഈ വാർഡിലെയും വാർഡിൻ്റെ പരിസരത്തുള്ള കടവത്തൂർ പ്രദേശത്തെ ഒരുപാട് ആളുകളുടെ സഹകരണത്തോടുകൂടി ലൈറ്റ് ഉൾപ്പെടെ കടവത്തൂർ വലിയ ജുമഅത്ത് പള്ളിയിലെ റോഡിൻ്റെ സൈഡ് കോൺക്രീറ്റ്, പള്ളിയിലേക്കുള്ള റോഡിൻ്റെ ഇൻ്റർലോക്കിങ്, ഒലാച്ചുമുക്ക് അമ്പാൾ റോഡിൻ്റെ സൈഡ് കോൺക്രീറ്റ് ഉൾപ്പെടെ ഏകദേശം 13 ലക്ഷത്തിലധികം രൂപയുടെ പ്രവൃത്തികൾ 11-ാം വാർഡിൽ നടത്താൻ കഴിഞ്ഞിട്ടെന്ന് ഈ പ്രദേശക്കാരുടെ സഹകരണവും പിന്തുണയും കൊണ്ട് മാത്രമാണ് ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ കാട്ടൂർ മഹമ്മൂദ്, അബ്ദുള്ള പാലേരി, പൊട്ടങ്കണ്ടി ഷെരീഫ്, താജുദ്ദീൻ ഫൈസി, യൂസഫ് കണിയാറക്കൽ, നിസാർ നാറോൾ, ചാത്തോൾ തറുവൈ ഹാജി, ജരീദ അഴകത്ത്, ഹാജറ യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. വിവിധ കലാപരിപാടികളും നടന്നു. മഞ്ചേരി നാട്യകലാലയം ഡയറക്ടർ വത്സൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യുവജനവേദി സെക്രട്ടറി കെ ധനേഷ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി അരുൺകുമാർ കെ പി, ടി കെ ഷാജി മാസ്റ്റർ, വിജയൻ വെളിയമ്പ്ര എന്നിവർ സംസാരിച്ചു. പത്മജ ടീച്ചർ സ്വാഗതവും ഷിജു നന്ദിയും പറഞ്ഞു. മഞ്ചേരി നാട്യകലാലയം വിദ്യാർത്ഥികളുടെ ഓണപ്പാട്ടും വിവിധ മത്സരങ്ങളും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ പഴയങ്ങാടി പിലാത്തറയ്ക്ക് സമീപം ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച് 2 പേർ പൊള്ളലേറ്റ് മരിച്ചു. അപകടം തിങ്കളാഴ്ച പുലർച്ചെ. കല്യാശ്ശേരി കീച്ചേരിക്കുന്നിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞു. യാത്രക്കാരായ നിരവധി പേർക്ക് പരിക്ക്. രാമായണം മികച്ച സാഹിത്യ ഗ്രന്ഥമാണെന്ന് കരുതാനാണ് തനിക്കിഷ്ടമെന്ന് പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനുമായ MN കാരശ്ശേരി. മാതൃകാധ്യാപകനും ശ്രദ്ധേയ കവിയുമായ A. സുഗുണൻ മാസ്റ്റർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാൽമീകി രാമായണം സമ്പൂർണ്ണ പദ്യപരിഭാഷ പ്രകാശനം ചെയ്തു. പാനൂരിൽ KSRTC ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഷാഫി പറമ്പിൽ MP ഫ്ലാഗ് ഓഫ് നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.